മഹായിടയനായ ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗത്തിൽ കത്തോലിക്കാ സഭ മുഴുവനും വേദനിക്കുന്നുവല്ലോ. എല്ലാ ദിവസവും തിരുക്കർമ്മങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിലും കനോന നമസ്കാരത്തിലും സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആ വിയോഗം വേദന നൽകുന്നത് തന്നെയാണ്. എന്നാൽ അദ്ദേഹം തൻ്റെ ദൗത്യം പൂർത്തിയാക്കി തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. എത്ര മഹത്തായ ഒരനുഭവത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത്. ഉദ്ധിതനായ ഈശോയോട് ചേർന്ന് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായി ഈസ്റ്റർ തിങ്കളാഴ്ച തന്നെ നിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു മഹാദാനമായി, ഭാഗ്യമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് നൽകിയ, തിരുസഭാ മക്കൾക്ക് നൽകിയ സന്തോഷത്തിൻ്റെ സന്ദേശം, പ്രത്യാശയുടെ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം, അതിനെ വെല്ലുവാൻ ആർക്കാണ് കഴിയുക? അത്ര ഉദാത്തമായ ജീവിത ദർശനം തന്നുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാൻ, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ കൊതിച്ചിരുന്ന അദ്ദേഹത്തിന് നല്ല തമ്പുരാൻ ചേർത്ത് പിടിക്കലിൻ്റെ വലിയ അനുഭവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സ്വർഗീയ ആനന്ദവും ആത്മാർത്ഥമായിട്ട് നേരുന്നു, പ്രാർത്ഥിക്കുന്നു.